അയ്യോ പോലീസ് പോലീസ് വരുന്നുണ്ട്. ഓടിക്കോടോ. എവിടാ പോലീസ്? ഇങ്ങെത്തി. ഓടിക്കോ, നിന്നാ കുഴപ്പ. പിന്നെ അതല്ലല്ലേ നടക്കണ സ്റ്റേഷനിലേക്ക്. സംസാരം അങ്ങ് എന്നിട്ട് നടക്കാൻ. അവരെന്ത് ചെയ്യല്ലേ? ഏമാന്റെ തല സൂക്ഷിക്കുന്ന പോലെ ചിട്ടയായിട്ടാണ് ഞാനിവരെ വളർത്തുന്നത്. മുച്ചീട്ട് കളി പിടിക്കുമ്പോ പന്നിമലത്ത് തുടങ്ങും. പന്നിമലത്ത് നിർത്തുമ്പോ സൂചിയേറെ പിടിക്കും. സൂചിയേറെ ഒതുക്കുമ്പോ കോഴികൊത്തിനിറങ്ങും. ശരിക്കൊന്ന് പെരുമാറത്തോണ്ടാ. അടി കൊടുത്താ ഇവന്മാർക്ക് കൊള്ളേണ്ട കാലം കഴിച്ചിരിക്കണം. ഈടൊന്നും കിട്ടേണ്ട പോലെ കിട്ടണില്ല അല്ലേടേ? അല്ല അതിപ്പോ എങ്ങോട്ട് കൊണ്ടുപോകണം? സ്റ്റേഷനിലേക്കാണോ? തന്റെ പെർമിഷൻ വേണോ? അല്ല അതിലിപ്പോ എന്റെ പെർമിഷൻ എന്തിന്? ഏമാന്റെ തൊപ്പി, ഏമാന്റെ വണ്ടി, ഏമാന്റെ സ്റ്റേഷൻ. ഏമാന് തോന്നിയാ പിടിച്ചോണ്ട് പോകും. അതിലിപ്പോ ആര് ചോദിക്കാൻ? പക്ഷെ എന്നാലും വേണ്ട ഏമാനെ, ഇപ്പോഴത്തേക്ക് വിട്ടേരെ. ഇത്തവണ കൊണ്ടുപോകണം. തനിക്കിതിൽ എന്നതാ കാര്യം? അതെ, എനിക്കൊരു കാര്യമില്ല. ഇതും പറഞ്ഞ് ചങ്കിടിച്ച് കളിക്കുക. അവരെങ്ങനെ ജീവിക്കും? കാണുന്നുണ്ട് ജോലികള്. അത് പിന്നെ ഇപ്പൊ കാര്യം കൂട്ടുന്നവര് വേറെന്ത് പണിയാ? കൊച്ചുകളല്ലേ, സ്വല്പ പന്നി വലത്തോ പൊടിയോ. മാറി നിൽക്ക് വഴിന്ന്. ഞാൻ ഏമാന്റെ കാല് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞേ പിന്നെയും കൊണ്ടുപോകാനാ പരിപാടിയെങ്കിലേ എന്തിനാ വളച്ചൊടിച്ചു പറയണേ? എന്റെ ഗുണം മാറും. ഞങ്ങളുടെയും ഗുണം മാറും. അപ്പൊ പിന്നെ പുകിലാവും. ആയിക്കോട്ടെ. ഏമാൻ വിചാരിക്കും ഞങ്ങള് 3 പേരേ ഉള്ളൂ, നിങ്ങൾ 4 പേരുണ്ടല്ലോ എന്നൊക്കെ. എനിക്കറിയാം. എന്നാലും ഞങ്ങൾ 3 പേരല്ല. എന്തിനാ ഏമാനെ വെറുതെ? കരിമ്പിന് നല്ല വളം ചോരയാന്നാ മൂപ്പിലാന്മാര് പറഞ്ഞേക്കണത്. ഇങ്ങേര് പറഞ്ഞതുകൊണ്ട് ഇത്തവണ വിടുന്നു. പക്ഷെ ഇനി ഒരിക്കൽ കയ്യെ കിട്ടിയാല് അപ്പൊ അവിടെ വെച്ച് തീർക്കും. പാടോ. ഇത്തവണ നോക്കിക്കോ, ഉറപ്പാ. എന്താ ആശാനെ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. എന്നിട്ട് വെറുതെ ഇങ്ങനെ വീശിക്കുന്നതല്ലാതെ. നീ ഒന്നുകൂടെ വീശേ. പിടി, ആറുമ്പോൾ അണ്ണന് വിചാരിച്ച് പിടി. പിടിക്കുന്നില്ല. അണ്ണി അവിടെ കിടക്കുന്നുണ്ടല്ലയോ? അണ്ണൻ ഇവിടെ തന്നെ പടച്ചു പടച്ചു നിന്ന് എന്നെ കൊണ്ട് പിന്നെ വീശിക്കുന്നത്. മതിയമ്മേ. വേല കഴിഞ്ഞാലേ നേരെ വൈകിട്ട് വീട്ടിലേക്ക് വന്നേക്കണം. അവിടെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കാതെ. കണ്ടു മതിയാവുമ്പോ പറഞ്ഞാ മതി. അപ്പൊ മീനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അവിടെ വീശിക്കോളാം. ചേട്ടത്തിയുടെ ചിരിയൊക്കെ ഇപ്പം പോവും. അതെന്താ? ചെല്ലെണ്ണം പോയി. പോടാ തമ്പി, കാലത്തവൻ തുടങ്ങി.
ചെല്ലെണ്ണം കെട്ടാതെന്ന് പോയതിന്റെ കാരണം അക്കച്ചിയാണെന്നും പറഞ്ഞ് ആ ഭദ്രൻ ഇവരെ കണ്ട കലിയാ. അതിനിപ്പോ പാവം ഇവരെന്ത് കഴിച്ചു? അങ്ങേർക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഇവരെ കെട്ടാവല്ലോ. അല്ലിപ്പം എന്നെ കെട്ടിയ പോലല്ലയോ? എന്നെ പറ്റി നിങ്ങൾ ഏതാണ്ട് പറഞ്ഞു. ഏഹേ, ശിവൻ ചേട്ടാ, കൊഞ്ചു വെന്തു, വന്ന് തിന്നേച്ചു പോ. ആരെയും കൊള്ളൂല. ഞങ്ങൾ ഷാപ്പിൽ പോയി സ്വല്പം അടിച്ചു വരാം. ഇന്നിപ്പോ ഇത്ര അടിച്ചത് മതി. തീർന്നു. ഞങ്ങൾ ഷാപ്പിൽ പോയി കൊഞ്ചോട് പയ്യ എന്തോ എന്ന് പറ. പറഞ്ഞാലത് കേൾക്കൂല. ആ കേക്കും. ഞങ്ങളിപ്പോ കണ്ടു വെച്ചല്ലേ ഉള്ളൂ. എന്നാ ബോധിക്കുമ്പോ വാ. എനിക്ക് ഇവിടെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കാൻ വലിയ ഇഷ്ടാ. നമ്മളവിടെ ഇവിടെ അനിയത്തിരിപ്പുണ്ടല്ലോ, അവളോട് ഇങ്ങനെ ഏതാണ്ട് പറഞ്ഞാൽ മതി. ഇന്ന് മുഴുവൻ മുഖവും വീർപ്പിച്ചുണ്ടാക്കിയിരുന്നേ. രണ്ട് ശരിക്കും മിനിങ്ങിട്ടുണ്ട്. അയ്യോ അമ്മായി, ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ചത് മുഴുവല്ലേ ചെല്ലണ്ണനാ. പക്ഷെ അങ്ങേരെ കണ്ടിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു ഒന്നുമില്ല. അതൊരുപടി അതാ, അതുകൊണ്ടല്ലയോ. ചെല്ല് ചെല്ല്. കൊഞ്ചവിടെ കരിങ്ങാലി വെള്ളം മണം പിടിക്കൊന്നും വേണ്ട. ശരിയായി പെണ്ണിന്റെ കാര്യം കൊണ്ട് നമുക്ക് ഉടനെ ഇവിടെ പിടിച്ച് കെട്ടിച്ചപ്പെടണം. ഇവിടെ വന്നത് പിടിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞ അണ്ണന്റെ അടുത്ത് ശാസ്ത്രം കൊണ്ട് ചെന്നാണല്ലോ. അടുത്ത കരിമ്പ് വീട്ടിന് മുമ്പ് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. ആ എങ്കിൽ പിന്നെ രണ്ടുപേർക്കും കൂടി കയറൂരിങ് ഇറങ്ങാലോ. എന്നാ പിന്നെ എനിക്ക് എന്റെ മോളുടെ കൂടെ പോയി താമസിക്കാം. നോക്കിയായി ഇത്തവണ ഞങ്ങൾ നടത്തിയിരിക്കും. എങ്കിൽ നന്നായി. എന്ന് തുടങ്ങി മാമാപ്പണി. ചെല്ലണോ ചെല്ലണോ? എന്താ താണ്ട നിങ്ങളുടെ അനി ആ മുക്കിലിട്ട് ആ കൊച്ചാപ്പിയെ തല്ലി ചതയ്ക്കുന്നു. നിങ്ങൾ ചെന്നേ പറ്റത്തുള്ളൂ. പിടിച്ചു മാറ്റാൻ ചെല്ലുന്നവനൊക്കെ അങ്ങനെ തല്ലുന്നു. ഈ ചെറുക്കന്റെ പറ്റാ ഇവന്റെ പെങ്ങളെപ്പറ്റി അനാവശ്യം പറഞ്ഞു. ശിവൻ ചേട്ടൻ ഇടപെടരുത്. ആ ഇടപെടും പറഞ്ഞു. ഓടാ വീട്ടില് അല്ലെന്ന ഇവൻ ആ പോകാൻ പറഞ്ഞ പറ്റണം. ഓടാ. അതിന് അവനെന്താ പറഞ്ഞേ? നിന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. എന്നെ പറ്റി എന്ത് പറയാൻ? നിന്നെ ശിവൻചേട്ടനെ പറ്റി. ഓ ഇതിനാണോ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ദിവസവും ബഹളം ഉണ്ടാക്കിക്കോ. അതിനിപ്പോ ഞാനാണോ? ഇപ്പൊ നീ തന്നെയാ. മൂത്തവൻ ഒരുമാതിരി അടങ്ങി ഒതുങ്ങി വന്നപ്പോ നീ തുടങ്ങിയേക്കുവാ. പെറ്റ വയറിന് തൊഴിലും കൊടുക്കരുതല്ലോ. എനിക്ക് വരായിരുന്നു. ചെല്ലെണ്ണം പറയാതെ ഇന്ന് ഇവിടുന്ന് ഒരു തുള്ളി പച്ചവെള്ളം കിട്ടില്ല. നിന്റെ ഹോക്കിനൊരു പിടി പിടിച്ചാണല്ലോ. പിടിക്ക് കുറച്ച് ഛേദമുണ്ട്. അവൻ ചത്തുവെന്ന് വെച്ചോ? ആരിത്രം പറയും? കലി കളയാതെ കണ്ണു മൂക്കൂല. അത് അറിയാവുന്നുണ്ടാ ഇതുമാതിരി സെറ്റിലും കൂട്ടത്തിൽ ചെന്ന് വളരെ നീ പറയാറുള്ളത്. ഓ
അല്ലേലും ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നിനക്കെന്താ വില അല്ലേ? വിലയൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ അണ്ണനെയോ പെങ്ങളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ പിന്നെ നീ കണ്ണു കാണൂല. അതാ ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ അടക്കണമെന്ന്. ഇന്ന് തന്നെ നീ ആ കൊച്ചാപ്പിയെ തല്ലിയായിരുന്നു. പിന്നെ ഇങ്ങനെയാണോടാ തല്ലുന്നത്? നോവിക്കാൻ തല്ലും തല്ലും, ഒതുക്കാൻ തല്ലും തല്ലും, ഒടുക്കത്തെ തല്ലുമുണ്ട്. അത് മൂന്നും വ്യത്യാസമാ. ഒരു വീടിയാണ് തുറഞ്ഞില്ലേ? ഡാ വലിക്കണ്ടടാ പിള്ളാരെ. കുടിച്ചോ, എത്ര വേണേ കുടിച്ചോ. വലിക്കരുത്, ദുശീലമാ. ഗൗരി ഗൗരി, ഇവർ ആഹാരം കൊടുത്തോടി. അണ്ണം പറയാതെ തരൂല്ലെന്ന് പറഞ്ഞു. കൊടുത്തേരടി. കൊടുത്തേക്കട്ടാ. ഓട്ടെ പാവല്ലയോ. പിന്നെ ഉണ്ടെങ്കിൽ ആകെ രണ്ടു കൂടെ എടുത്തോ. ഇവൻ കാണുന്നല്ല ഫസ്റ്റ് ക്ലാസ് കൊഞ്ച് കളഞ്ഞാ വന്നിരിക്കുന്നത്. ഒരാൾക്കും കൂടെ കാണുള്ളൂ. ഓഹോ. അളിയോ, ഇനി എനിക്കില്ലെന്നാണോ? ഇത് കേട്ടാൽ ബാക്കിയൊക്കെ തുടങ്ങി വെച്ചത് വേറെ ആരാണ്ടാണെന്ന് തോന്നും. വേറെ ആരുമല്ല, എല്ലാം ഞാൻ തന്നെയാ. പക്ഷേ ആദ്യമായിട്ട് നീ കുടിക്കുന്നത് എന്റെ കയ്യിൽ നിന്നാ. അത് നീ സമ്മതിക്കണം. ഓ, അന്നിവിടെ ഒരു ഛർദി തള്ളയുണ്ട്. ഒരു ഒച്ച അതൊക്കെ കേട്ടാ മതി, അവരുണരും. പാറ്റാ മാതിരിയാ. ഓ മതി മതി പഴങ്കഥ. എനിക്കതൊന്നും പഴങ്കഥയല്ല. എനിക്ക് ആകപ്പാടെ ആ ഒരു കഥയേ ഉള്ളൂ. നിനക്കായിരിക്കും വേറെ കഥയുള്ളത്. വേറെ എന്തെങ്കിലും കഥയുണ്ടെങ്കിൽ അതിനെല്ലാരും കൂടിയൊക്കെ തന്നെ ആയിരിക്കും കാരണക്കാര്. കാരണക്കാരെല്ലാം കാരണക്കാരാ, സമ്മതിച്ചു. പക്ഷെ നീ അന്ന് ആ പറട്ട നാടകക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയില്ലായിരുന്നില്ലേ? അല്ലേ, ഇതെന്താ പറഞ്ഞോണ്ട് വന്നേ? ഇപ്പൊ എന്താ പറഞ്ഞോണ്ട് വെക്കുന്നേ? നമ്മൾ തുടങ്ങിയത് കരിമ്പുകാട്ടിലെ കഥയല്ലയോ? കരിമ്പും നിലാവത്ത്. അന്ന് ആദ്യമായിട്ട് ഇവിടെ ഒരാണ് അല്ലമ്പൽ കടവിലെന്നതയ്ക്കു വെള്ളം. അന്നത്തെ പാട്ടാ നിലാവത്തെ. നമുക്ക് ഒന്ന് നിലാവ് കാണാം. അല്ല ഇതെങ്ങോട്ടാ ബോധം പൊക്കണമില്ലാതെ? ചില എപ്പോഴും ബോധം പൊക്കണമല്ല പെരുമാറിയിട്ടുള്ളത്. അല്ലേ അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുറുമ്പ് വെള്ളം. കുറുമ്പ് വെള്ളം. 9 ദിവസം കാത്തിരുന്നിട്ട് 9ാമത്തെ ദിവസം തന്തയ്ക്കായി വിള കിട്ടുന്നത് ഓർമ്മയുണ്ടോടി നിനക്ക്? ഉണ്ട്. അന്ന് ഇങ്ങേരെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാ. ചത്തു പോണേന്നും പറഞ്ഞ് ഞാൻ അമ്പലത്തിൽ നേർച്ച വരെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അന്നത്തെ പല പെൺപിള്ളേരും വെച്ചിട്ടുണ്ട്. അതിൽ പലരെയും പിന്നെ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ചെല്ലണമെന്ന് പറഞ്ഞാ പേടിയാ. താഴെ 2 പിള്ളേർ വളർന്നു വന്നതുകൊണ്ട് ഞാനൊന്ന് ഒതുങ്ങി. അല്ലാതെ എമ്പന്റെ ആരെങ്കിലും തല്ലി കൊന്നേനെ. ഇനിയിപ്പോ രണ്ടിനെ ഒരു കര കാണിച്ചു കൊടുത്തിട്ട് വേണം വീണ്ടും ഒരു കളി തുടങ്ങാൻ. നീ കൂടെ വേണം. എന്നാലും രസമുള്ളൂ. എന്തോന്നാ ഇത്? ആരെ എവിടെയൊന്നും നോക്കാതെ. അയ്യോ മറന്നുപോയി. നീ ഇതൊന്നും ഗൗരിയോട് പറഞ്ഞു കൊടുക്കല്ലേ. ഞാൻ അങ്ങനെ പറയൂ? അതിനെ ഞങ്ങള് അവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് വരാണ്ടാ. അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുറുമ്പ്